ഞാൻ ആഗ്രഹിക്കുന്നത് BJP അധികാരത്തിൽ വരണം. ജനങ്ങൾ മറ്റുള്ള മന്ത്രിമാരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ? ഇപ്പത്തെ 5 കൊല്ലത്തിൽ കക്കിട്ടുള്ളൂ. വല്ല മരിപ്പൊക്കെ ഉണ്ടാവുമ്പോ കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ ആ വീട്ടിൽ വന്നിട്ടൊന്നും ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കാണില്ല. UDF ഭരണം മാറേണ്ട ഒരു ആവശ്യം വരണില്ലല്ലോ. ആര് ജയിച്ചാലും നമുക്ക് കാര്യമില്ല. UDF 5 മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ആരാന്നുള്ള ഊഹലിനെ തെരഞ്ഞെടുക്കുകയാണ്. ആരാണെങ്കിലും കുഴപ്പമില്ല, ഭരണം നന്നായാൽ മതി. 8 സീറ്റ് BJP ക്കുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി BD സതീശൻ നേതൃത്വത്തിലുള്ള സർക്കാർ വരും. മെയ് 4-ന് ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കുമ്പോൾ LDF ഒരു ഹാട്രിക് വിജയമായി ചരിത്രം കുറിക്കുമോ, അതോ നഷ്ടപ്പെട്ട അധികാരം UDF പിടിച്ചെടുക്കുമോ? ഇനി ഇരു മുന്നണികളെയും ഞെട്ടിച്ചുകൊണ്ട് മൂന്നാമതൊരു ശക്തി കേരള രാഷ്ട്രീയത്തിൽ വരുമോ? ഇനി ജനം പറയട്ടെ. മെയ് 4-ന് ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. ആര് അധികാരത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നത് BJP അധികാരത്തിൽ വരണം. ഞാൻ BJPയുടെ ആളാണ്. അപ്പം BJPക്ക് കുറച്ച് സീറ്റ് കിട്ടി, ഒരു 10-40 സീറ്റ് കിട്ടിയാൽ BJP എങ്ങനെയും ഇവിടെ ഭരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. അതാണ് ഇവിടെ നമ്മളെ ആഗ്രഹം, അതാണ് BJP ഭരിക്കണം കേരളം. പക്ഷേ LDFനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ BJPക്ക് സീറ്റിന്റെ കാര്യം? BJPക്ക് സീറ്റ് കിട്ടും. ഇവർ പറഞ്ഞ പോലെ ഒന്നല്ല, ഇവർ തമ്മിൽ ഇടതും വലതും ഒന്നിച്ചിട്ടല്ലേ BJPക്ക് എതിരെ മത്സരിച്ചത്. ഇവിടെ BJPക്ക് ഇവർ എങ്ങനെ മത്സരിച്ചാലും BJPക്ക് ഇപ്രാവശ്യം ഇവിടെ സീറ്റ് ഉണ്ടാവും. BJP പിടിക്കും. കാരണം BJP പിടിക്കും. BJPയുടെ കണ്ടമാനം പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, അതിന്റെ കാര്യം. മെയ് 4-ന് ഇലക്ഷന്റെ റിസൾട്ട് വരികയാണ്. ആര് ഭരണത്തിൽ വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? UDF വരണമെന്നാണ്. കാരണം എന്താ പറഞ്ഞാൽ ഭരണം ഒന്ന് മാറണ്ടേ? ജനങ്ങൾ മറ്റുള്ള മന്ത്രിമാരൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണ്ടേ? അതല്ല വേണ്ടേ? പിന്നെ എന്താണ് ഒരുപാട് ചേഞ്ച് വരാണ്ട് ഭരണത്തിൽ തന്നെ. അതൊക്കെ വരണമെങ്കിൽ UDF പോരാ. 5 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പത്തെ 5 കൊല്ലം പോക്കാം. ഈ 5 കൊല്ലത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? കഴിഞ്ഞ 5 കൊല്ലത്തിൽ. ഇപ്പത്തെ 5 കൊല്ലത്തിൽ കക്കിട്ടുള്ളൂ, ആരൊന്നുമില്ല. അങ്ങനെ തന്നെ. കോൺഗ്രസ് എങ്ങനെ? കാരണം ഇപ്പോഴത്തെ സാധനത്തിന് വില കൂടുതലും എല്ലാം കൊണ്ടും അതുകൊണ്ടാണ് വരണം. ഓലും ഉണ്ടായാലുള്ള പൈസ ഉണ്ടാവുള്ളൂ നാട്ടില്. ഓലിറങ്ങിയാലുള്ളൂ പൈസ ഉണ്ടാവും. ഇപ്പൊ ബാങ്കിലൊന്നും പൈസ ഇടാൻ പറ്റണില്ല, 5 ലക്ഷത്തിന്റെ ഏറെ. ഒന്ന് ഭരണം മാറണത് നല്ലതല്ലേ? ലീഗിന്റെ കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലപ്പുറത്ത് ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇത് നമ്മുടെ ലീഗിന്റെ കോട്ടയാണ്. ഇത് തങ്ങളെ ഇതാണ്. ആര് വന്നിട്ടും ലീഗ് മറിയില്ല ഇവിടെ. മൂന്നാമത്തെ തവണയാണ് അവര് ഇലക്ഷൻ നിൽക്കുന്നത്. വിജയസാധ്യത എങ്ങനെയാണ് കണക്കാക്കുന്നത്? വിജയസാധ്യത പ്രാവശ്യം കോൺഗ്രസ് തിരഞ്ഞെടുക്കും. ഒരു 85% സീറ്റ് കോൺഗ്രസിന് കിട്ടും പ്രാവശ്യം. മെയ് 4-ന് ഇലക്ഷന്റെ റിസൾട്ട് വരികയാണല്ലോ. അപ്പൊ എന്താണ് അതിനെ കുറിച്ച്, ആര് ഭരണത്തിൽ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്? വരേണ്ടത് നമ്മൾ കോൺഗ്രസ് വന്നിരിക്കണം എന്നുള്ളതാണ് താല്പര്യപ്പെടുന്നത്. എത്രത്തോളം LDF ഭരിച്ചിടത്തോളം ഒരുപാട് ആൾക്കാർ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മേഖലയായിരുന്നു ഇപ്പോൾ അത്രയാണ് ഉണ്ടായിട്ടുള്ളത്. 5 വർഷം കഴിഞ്ഞു, 10 വർഷത്തോളം 2 വർഷം പറ്റി അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നമുക്ക് UDF ഭരിക്കാം. നോക്കിയാൽ നമുക്ക് ചേഞ്ചിങ് അല്ലേ നമുക്ക് വേണ്ടത്, ഒരു മാറ്റം വരുത്താൻ നമുക്ക്, അതാണ് നമുക്ക് വേണ്ടത്. ഞങ്ങൾ ലീഗിന്റെ അളവിൽ സഖാക്കളാണ്, എന്നാലും ഓർക്ക് വിശ്വാസം തങ്ങൾ ജയിക്കും തന്നെയാണ്. ജയിക്കും 100%. പക്ഷേ കേരളം ഞങ്ങൾ ഭരിക്കും. UDF ഭരിക്കും. ഞങ്ങൾ ഈ കടയിലെ ആൾക്കാരാട്ടോ. 25 സീറ്റിന് പുറത്ത് LDF ജയിക്കുന്ന പറ്റുമൊക്കെ ഉണ്ടോ? UDF ഭരിക്കില്ല. കാരണം ഞങ്ങൾ ലീഗുകാരാണ്. 27 സീറ്റിൽ 22 ഞങ്ങൾ നേടും. നടക്കൂല. ഒരു 3-4 സീറ്റ് ഞങ്ങൾക്ക് ഉണ്ടാവും, എന്നാലും ബാക്കി കേരളം ഇടതുപക്ഷ ഭരിക്കും, ഉറപ്പാണ്. ഉറപ്പ്. എന്നാ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നോളി, കാണാം. ആർക്കും ആണെങ്കിൽ ആരവിടെ ജയിക്കാൻ? ആരാ ജയിക്കേണ്ടത്? നല്ല ഭരണക്കാർ വരണം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും? നമ്മളെ അഭിപ്രായത്തിൽ ആരായാലും വേണ്ടില്ല, നമുക്ക് കുഴപ്പമില്ല. നമുക്ക് തന്നെ ആനുകൂല്യങ്ങൾ കിട്ടണം, അത്രേ ഉള്ളൂ. ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ആര് വരണം? അതും കൂടി ആര് വന്നാലും നമുക്ക് കിട്ടേണ്ടത് കിട്ടും. എന്നാൽ ഇത്രയും ഭരണം
ഇത്രയും ഭരണം പോയതിന്റെ പുറത്തേക്ക് ചിന്തിക്കാല്ലേ? ഭരണമൊക്കെ ഇപ്പൊ നമ്മളെല്ലാരും കൊണ്ടതല്ലേ, ആർക്കും ഇഷ്ടപ്പെട്ട് വരണം. എന്നാലും ഇനി UDF കേറി വരണം എന്നൊരു ആഗ്രഹമില്ലേ? UDF വരട്ടെ, UDF വരട്ടെ, അതിന്റെ ഭാഗം നോക്കിയിട്ട് UDF വരട്ടെ. പുതിയ മാറ്റം, ആ മാറ്റം ഒന്ന് മാറണം. വളാഞ്ചേരിയുടെ കോട്ടക്കലത്തെ അവസ്ഥ എങ്ങനെയാണ് പറയാനുള്ളത്? ആര് ഭരിക്കുന്നതാണ്? തങ്ങള് തന്നെ ഇത്തവണ ഹുസൈൻ തങ്ങളാണ്. പക്ഷെ അയാള് ഞങ്ങൾക്ക് അവിടെ റോഡുണ്ട്, ഏത് ബ്ലോക്ക് റോഡ്, അത് എത്രയോ കാലമായിട്ട് ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിനൊരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ഇവരൊക്കെ ഉണ്ടായിട്ട് കാര്യം? അവർ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ഷൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഞങ്ങൾ റോഡ് നന്നാക്കി തരാം, നിങ്ങളെ പിന്നെ വീടുണ്ടാക്കി തരാം, നിങ്ങൾക്ക് കാറ് മേടിച്ചു തരാം എന്നൊക്കെ പറയാന്നല്ലാതെ ഒന്നും ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവില്ല. ആര്? തങ്ങളോ? കുട്ടി ഇതുവരെ തങ്ങളിപ്പോ എത്ര കൊല്ലായി കോട്ടക്കൽ മണ്ഡലത്തിലും ഭരണം തുടങ്ങിയിട്ട്? എന്തെങ്കിലും വല്ല മരിപ്പൊക്കെ ഉണ്ടാകുമ്പോൾ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ആ വീട്ടിൽ വന്നിട്ടൊന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ കാണില്ല. അത്രേ ഉള്ളൂ. അല്ലാതെ ഇവരെ കൊണ്ടൊക്കെ എന്താ കാര്യമുള്ള? ഈ പാവങ്ങൾക്ക് എന്താ കാര്യമുള്ള? ഒരു കാര്യമില്ല. ഇപ്പത്തെ പെൻഷൻ ഇല്ലേ? ആ പെൻഷൻ ഉണ്ട്, കൂട്ടി കിട്ടിയില്ലേ? കിട്ടി. അപ്പൊ അതേലെ ഇപ്പൊ നമുക്ക് ഉള്ളൂ, വേറെന്താ? അതിപ്പോ ആര് ഭരിച്ചാലും ശരി പെൻഷൻ 62 ലക്ഷം ആൾക്ക് ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അവർക്കിപ്പോ ആര് ഭരിച്ചാലും വേണ്ട, UDF ഭരിച്ചാലും BJP ഭരിച്ചാലും ലീഗ് ഭരിച്ചാലും LDF ഭരിച്ചാലും UDF ആര് ഭരിച്ചാലും അവർക്ക് കൊടുത്തോളണം ഇല്ലേ? അതല്ലേ? അതിന് യാതൊരു ഒഴിവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ 62 ലക്ഷം ആൾക്കാർ അങ്ങോട്ട് സമരത്തിന് എന്താവും അവിടെ സെക്രട്ടറി? കേരളം ആരും കയ്യിലെടുക്കണം. കേരളം ആരും എടുത്താലും വേണ്ടത് നമുക്ക് പെൻഷൻ കിട്ടുന്നത്. പുതിയൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല. മാറ്റം ആവശ്യമാണ്. UDF വരട്ടെ. 10 കൊല്ലമായാലും ഇപ്പൊ ഇവര് ഭരിക്കുന്നത്, മറ്റവർ നോക്കട്ടെ. അങ്ങനെ അവരിപ്പോ എല്ലാ സർവേയിലും അവർ വിജയിച്ചിരിക്കുകയാണ് UDF അല്ലേ? ഇപ്പൊ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ളത് തന്നെ അവര് ഭയങ്കര പ്രശ്നങ്ങളാണ്. ആരൊക്കെയാവുണ്ട്? സതീശനാവുണ്ട്, രതീശാവുണ്ട്, മറ്റേ ചാണ്ടിയ പോണ്ടിയ, ചാണ്ടിപ്പില്ല, ആരായാലും ശരി അവരെല്ലാം ഇപ്പൊ ജനങ്ങളുടെ അടുത്ത് കിടക്കുന്ന കാര്യം ഇവരെങ്ങനെ ഈ മന്ത്രിമാരെങ്ങനെ തീരുമാനിക്കരുത്? പക്ഷേ കേരളം നമുക്ക് UDF തീർച്ചയായിട്ടും UDF വരും 100%. മാറ്റം ഉറപ്പാണ്. കാരണം നമുക്കറിയില്ല ഇപ്പോഴത്തെ ഭരണങ്ങളെ 10 കൊല്ലത്തെ വർഷം 5 കൊല്ലം കുഴപ്പമുണ്ടായില്ല. ലാസ്റ്റ് 5 വർഷമൊക്കെ പിണറായി വിജയൻ്റെ ഭരണം വളരെ മോശമായൊരു ഭരണമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രാവശ്യം എന്തായാലും 100% തിരിച്ചു വരും UDF. കോട്ടക്കല് തങ്ങള് കയറുമോ? കോട്ടക്കൽ തങ്ങൾ വിജയിക്കും. പിന്നെന്താ, തങ്ങൾ വിജയിക്കും. പിന്നെ 100% വിജയിക്കും. തങ്ങൾ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. എല്ലാവരും നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിത്വമാണ്. ഞാൻ ഈ മണ്ഡലക്കാരനല്ല, എങ്കിലും പെരിന്തൽമണ്ണ മണ്ഡലമാണ് എൻ്റെ. പക്ഷെ എങ്കിലും എനിക്കറിയാം, ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ എല്ലായിടത്തും ടച്ച് ചെയ്ത് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയാം. നല്ലൊരു ഇതിൽ വിജയിക്കും, നല്ല സാധ്യതയാണ്. അതുകൊണ്ടല്ല ഇത്രയും വിജയിച്ചു പോരുന്നത്. പിന്നെന്താ, അല്ലെങ്കിൽ മാറ്റി ഇന്നത്തെ കാലത്താണ് ജനങ്ങൾ മാറ്റി തിരുത്തി കുറിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ? ഏത് പാർട്ടിയാണെങ്കിലും വികസനം ഇല്ലാന്ന് കണ്ടാൽ നേരെ തിരിച്ചു കൊടുക്കും. പക്ഷെ അതുകൊണ്ട് പ്രാവശ്യം കുഴപ്പമൊന്നുമില്ല. അതെ, മാറും. അതെ, ഒന്ന് മാറി വരണം. ഭരണം ശരിക്കും തുടർച്ചയായിട്ട് ഒരാൾക്ക് 10 വർഷം കൊടുക്കാൻ പാടില്ല. നമുക്ക് അതിൻ്റെ ഒരു ഇതാണ്. നമ്മൾ പറയാം അതിന് മുമ്പത്തൊക്കെ, അതെ, മുമ്പൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 5 വർഷം UDF ഭരിച്ച് 5 വർഷം LDF ഭരിക്കും അല്ലെ? അങ്ങനെയല്ലേ മുന്നോട്ട് പോയിരുന്നത്. ഇപ്രാവശ്യം മാത്രമാണ് 10 വർഷം കൊടുത്ത്, അത് കൊടുത്തോടത്തോളം പണി കിട്ടിയില്ലേ? അപ്പം അതുകൊണ്ട് എപ്പോഴും മാറി വരണം. ഒരു 5 വർഷം UDF ഭരിച്ചാൽ 5 വർഷം LDF ഭരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. മൂന്നാമതൊരു ശക്തിയായിട്ട് NDA കയറാൻ ചാൻസ് ഉണ്ട്? NDA ഒരിക്കലും വരില്ല. ഇല്ല. NDA മൊത്തത്തിൽ കേരളത്തിൽ എവിടെയും ഒരു വിജയിച്ചു വരാൻ സാധ്യത കുറവാണ്. അടുത്ത മുഖ്യമന്ത്രി എന്റെ അഭിപ്രായത്തില് പിണറായി വിജയൻ ആകണം എന്നാണ്. മാറ്റൊന്നും വേണ്ട. 10 വർഷം കൊണ്ട് പിന്നെ UDF വന്നാൽ ഭരിക്കാൻ സമയം ഉണ്ടാവും, അവർക്ക് തമ്മിൽ തല്ലാനും സമയം ഉണ്ടാവുള്ളൂ. NDAക്കൊന്നും കേരളത്തിൽ ഇപ്പോഴത്തെ കാലത്തൊന്നും ഒരു ചാൻസ് ഉണ്ടാകാൻ സാധ്യതയില്ല. NDAക്കൊന്നേ ഇപ്പൊ അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു ചാൻസിനുള്ള സാധ്യത ഇല്ല. നോക്കാന് ചിലപ്പോ ഒരു സീറ്റോ 2 സീറ്റോ കിട്ടും. UDF വരാൻ സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ
പോളിംഗ് കിട്ടുന്നത് പിന്നെ ജനങ്ങൾ ഇപ്പൊ LDF അനുകൂലമാകാനും സാധ്യത ഉണ്ട്. UDF ഭരണം വരണം, അതാണ് അതിന്റെ ഒരു ഇത്. മാറ്റത്തിലേക്കുള്ള വഴി. കുട്ടികൾ നന്നാവും, കോളേജുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹോസ്പിറ്റലുകൾ, എല്ലാം വികസനം വേണം, ഡെവലപ്മെന്റ് വേണം. കേരളത്തിൽ തുടർഭരണം ഉണ്ടാവും. തുടർഭരണം ഉണ്ടാവും. LDF തന്നെ വരും. LDF തന്നെ വരും. ഇല്ല ഇല്ല, അത് നോക്കണ്ട. എങ്ങനെ തുടർഭരണം LDF തന്നെ വരുള്ളൂ. NDAക്ക് കയറ്റൊന്നും കാണാനില്ല. ഇല്ല, അതിന് 1-2 സീറ്റ് ഉണ്ടാവും. 2 സീറ്റ് ഇല്ല. പിന്നെ കോട്ടക്കല് തങ്ങൾ തന്നെ എടുക്കുവോ? അത് തങ്ങൾ തന്നെ ജയിക്കുക. വേറെ ഇവിടെ നല്ല സ്ട്രോങ് സ്ഥാനാർത്ഥി നിർത്തിയിട്ട് ചെല്ലുമല്ലേ, അതുകൊണ്ട് തന്നെ തങ്ങൾ തന്നെ ജയിക്കുള്ളൂ. 2 വർഷത്തെ തുടർച്ച വീണ്ടും 2 വർഷം കൊണ്ട് തുടർച്ച വീണ്ടും തങ്ങൾക്ക്. അതെ, തങ്ങൾക്ക് ഇവിടെ തങ്ങൾ തന്നെ ഭരിക്കുള്ളൂ. ഇവിടെ MLA ആയിട്ട് വരിക, പക്ഷേ LDF തന്നെ ഭരിക്കുള്ളൂ. പൗരന്മാർക്ക് വലിയ വികസനവും പുരോഗമനവും ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ LDFന്റെ ഭരണം കൊണ്ട്. എന്താ ഇതിനെക്കുറിച്ച്? അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്താണ് പുരോഗമിക്കുന്നത്? പുരോഗമനം എന്ന് പറഞ്ഞാൽ എന്തെന്ന് പറയുക, ഇപ്പോൾ റോഡ് വികസനം ഉണ്ട്. പിന്നെ അതിനുള്ളൂ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ റോഡ് വികസനം തന്നെ ഉള്ളൂ. പിന്നെ ഹോസ്പിറ്റലൊക്കെ പുരോഗമിച്ചിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നല്ല ഇതാണ്. കേരളം ആര് ഭരിക്കും? ഇടതുപക്ഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഭരണം നല്ല കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരാൾ ഭരിക്കേണ്ട ഒരു ആവശ്യം വേറെ വരണില്ലല്ലോ, നല്ല ഭരണമല്ല. അതെ, പുതിയൊരു മാറ്റത്തിന് ആരും ആഗ്രഹിക്കുമല്ലോ, അത്തരം മാറ്റങ്ങൾ. ഇനിയിപ്പോൾ എന്താണ് മാറേണ്ടത്? ഇതുവരെ ഭരണം മാറേണ്ട ഒരു ആവശ്യം വരണില്ലല്ലോ. UDF ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ തമ്മിൽ തല്ലുകൂടുന്നത് കാണണ്ടേ? അതല്ല ഇപ്പോഴും നടക്കുന്നത്. എക്സിറ്റ് പോൾ കഴിഞ്ഞപ്പോൾ UDFനാണ് കൂടുതൽ മുൻഗണന നൽകിയിട്ടുള്ളത്. അത് റിസൾട്ട് വരട്ടെ, അടുത്ത മാസം 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യാം. അപ്പം അറിയാലോ കേരളം ആര് ഭരിക്കുന്നുള്ളത്. കോട്ടക്കലിൽ എന്താ അഭിപ്രായം? തങ്ങൾ എടുക്കുവോ? കോട്ടക്കലിൽ എങ്ങനെയാലും ഇത് UDFന്റെ മണ്ഡലമാണ്, മുസ്ലിം ലീഗിന്റെ ഒരു മണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും തങ്ങൾ തന്നെ ജയിക്കും. LDF നിൽക്കുവോ അതോ ഇനി UDF കയറുമോ? എന്താണ്? ഒന്നും അറിയില്ല. ആര് ജയിച്ചാലും നമുക്ക് കാര്യമില്ല. കഴിഞ്ഞ LDFന്റെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അത് വെച്ച് നോക്കുമ്പോൾ വീണ്ടും LDF കയറുമോ അതോ ഇനി UDF അതിന്റെ ഇടം പിടിക്കുവോ? എന്താണ് അഭിപ്രായം? LDF UDF കയറാൻ സാധ്യതയൊന്നുമില്ല. കുറച്ചൊക്കെ. കോട്ടക്കല് തങ്ങൾ എടുക്കുമെന്നാണോ? ശരി. മുസ്ലിം ലീഗിന്റെ കോട്ട ആയതുകൊണ്ട് കോട്ടക്കല് ഉറപ്പുണ്ട്. കേരളം ആര് ഭരിക്കും എന്നാണ് പറയാനുള്ളത്? LDF. തീർച്ചയായിട്ടും 100-100 കിട്ടും. 100-100. UDFന് കയറാൻ സാധ്യത? ഒരു സാധ്യതയില്ല. UDFനാണ് പോളിംഗ് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. ഒരിക്കലും ചാൻസ് ഇല്ല. ഇല്ല. കോട്ടക്കലിന്റെ അവസ്ഥ എന്താണ്? തങ്ങള് അത് UDF ജയിക്കും, അഷ്വറാണ്. മങ്കടത്തെ കാര്യം UDF ജയിക്കും. നമ്മളെ മറ്റുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ വരുന്നുള്ള തന്നെ LDF വരും 100%. കേരളം ആര് ഭരിക്കും എന്നാണ് അഭിപ്രായം? LDF മാറും, ചിലപ്പോൾ മാറും. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിക്കുമ്പോഴാണല്ലോ. LDF ഇപ്പൊ 2 കൊല്ലം ഭരിച്ചല്ലോ, രണ്ട് തവണ ആയല്ലോ ഭരണം തുടങ്ങിയിട്ട്. അപ്പൊ അതിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നില്ല? അതെ, അങ്ങനൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. UDF ആയിക്കോട്ടെ. NDAക്ക് കയറ്റം കിട്ടും നല്ല സംശയം. NDA നമ്മളിവിടെ ഒന്നും ഉണ്ടാവൂല, തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഉണ്ടാവും, ചാൻസ് ഉണ്ട്. 1-2 സീറ്റൊക്കെ കിട്ടും. കോട്ടക്കൽ എങ്ങനെയാ ഭരണം? തങ്ങള് കോട്ടക്കൽ നല്ല ഇതാണ്, മുസ്ലിം തങ്ങൾ തന്നെയാണ് ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കൂല. തങ്ങൾ തന്നെ ജയിക്കുള്ളൂ, വേറെ LDF ജയിക്കൂല. ഇവിടെ മലപ്പുറം ജില്ലയിൽ നമ്മളെ LDF ജയിക്കൂല. വികസനത്തിന്റെ കാര്യങ്ങൾ? വികസനം കുഴപ്പമൊന്നുമില്ല. വികസനം 2 തവണ ജയിച്ചല്ലോ തങ്ങള്, എന്തൊക്കെ മാറ്റങ്ങളാണ്? കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. അവർ പറയുന്നത് കേന്ദ്രത്തിൻ്റെയാണ് മാറ്റം എന്ന് പറയുന്നുണ്ട്, ഏതാണെന്ന് അറിയില്ല. മാറ്റങ്ങളുണ്ട്. കേരളം ആര് ഭരിക്കുന്നതാണ് അഭിപ്രായം?
ആയിരിക്കും. യു ഡി എഫിനാണ് ഇപ്പോൾ സാധ്യത കൂടുതൽ. ആ എൽ ഡി എഫിന് സാധ്യത കൂടുതലുണ്ട്. എന്നാലും എന്നാലും യു ഡി എഫ് എന്നാ തോന്നുന്നത്. ഭരണം മാറുമോ യു ഡി എഫ് എടുക്കുമോ? അറിയില്ലല്ലോ, പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. ഭരണം മാറണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്? മാറണം ആഗ്രഹമുണ്ട്. കേരള LDF ആയിരിക്കും. ആ മാറ്റം വരില്ല, ആ ഉറപ്പാണ്. ഒരു കയറ്റം കിട്ടില്ല. UDF 5 മന്ത്രിമാരാണ്. മുഖ്യമന്ത്രി ആരാന്നുള്ള ഓലനെ തെരഞ്ഞെടുക്കുകയാണ്. മുഖ്യമന്ത്രി ആരാണ് യവനാണ് എന്നുള്ള തീരുമാനം ഓലന്നെ. അപ്പോൾ LDF വരിക്കുള്ളൂ. ആ LDF വരിക്കുള്ളൂ. ആ എന്താ വെച്ചാൽ ഇപ്പം 5 ആളാണ് മുഖ്യമന്ത്രി ആവാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നത്. ഒന്ന് കുഞ്ഞാലിക്കുട്ടി, ഒന്ന് ബേബി, ഇവരെ കൂടെ നിൽക്കുകയാണ്. ആരാണ് എന്താണെന്ന് ഒരു തീരുമാനമില്ല. അത് ആരാണ് എന്താണെന്ന് ഓലനെ തീരുമാനിക്കണം. ആര് മുഖ്യമന്ത്രി ആവണം, ആര് മുഖ്യമന്ത്രി ആവണ്ട എന്നുള്ള ഓലനെ തീരുമാനിക്കണം. അല്ല ഞാനും കൂടെ തീരുമാനിച്ചോണ്ട് അങ്ങേ നടക്കില്ലല്ലോ. ആ LDF ഭരണത്തിൽ വരുള്ളൂ, അതിലൊരു സംശയമില്ല. കേരളം ഇന്നത്തെ സ്ഥിതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ UDF ഭരിക്കുന്ന തോന്നുന്നു. UDF ഉള്ള തരംഗമാണ് കാണാനുള്ളത്. ചാൻസ് ഉണ്ടായിക്കൂടെ ഇല്ല. എൻ്റെ നിരീക്ഷണത്തിൽ പറഞ്ഞതാണ്, വേറെ ഒന്നുമില്ല. ചാൻസ് ഉണ്ടായിക്കൂടെ ഇല്ല. പിണറായി വിജയനൊക്കെ നല്ല ഭരണകർത്താക്കളല്ലേ, ഉണ്ടായിക്കൂടെ ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ UDF തരംഗമാണ് ഇവിടെ കണ്ട് കേരളത്തിൽ. അതെ തരംഗം സൃഷ്ടിക്കട്ടെ അല്ലേ? കേരള LDF ആയിരിക്കും. LDF അടുത്ത 3ാം തവണയും വരും. LDF കേരളത്തിൽ വരും. UDF പോളിംഗ് കൂടുതലെന്ന് പറയുന്നത് കേൾക്കാന്നല്ലാതെ, പക്ഷെ ജയിക്കുമ്പോൾ LDF വരുള്ളൂ. അടുത്ത 3ാം തവണയും ഉറപ്പായിട്ട് LDF വരും. NDA കുറിച്ച് എന്താണ്? NDA ഇവിടെ അക്കൗണ്ടേ തുറക്കില്ല. അതന്നെ NDA പറ്റി പറയാനുള്ളൂ. ആരാണെങ്കിലും കുഴപ്പമില്ല, ഭരണം നന്നായാൽ മതി. ആരാ കേറേണ്ടത്? ആരായാലും കുഴപ്പമില്ല, നമുക്ക് 2 പാർട്ടിയും നമുക്ക് കുഴപ്പമില്ല. 10 വർഷമായിട്ട് LDF ഭരിച്ചുകൊണ്ടിരിക്കല്ലേ, കുഴപ്പമില്ല. ഇനിയും തുടർന്ന് LDF തന്നെ വേണോ, അതോ UDF ഒരു മാറ്റം കൊടുക്കണോ? മാറ്റം വേണമെന്നുള്ള ആവശ്യമാണ് ചിലവർക്ക്. മാറ്റങ്ങൾ വേണമെന്നുള്ള ആവശ്യങ്ങളാണ്. ആ അങ്ങനെയാണ് പലരും ആകണമെന്നാണ് ഉള്ളത്. നമ്മൾ 2 കൂട്ടരാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതൊക്കെ തന്നെ. അങ്ങനെ ഉണ്ടാവുക. ഈ 10 കൊല്ലം ആൾക്കാർ ഇടങ്ങാറായില്ലേ, ഈ UDF തന്നെ വരും. ഉറപ്പാ, ഗ്യാരണ്ടി. കാരണം ആൾക്കാർ അത്ര ഇടങ്ങാറായില്ലേ ഈ 10 കൊല്ലം കൊണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളല്ല. ഇല്ല, വികസനങ്ങൾ കാര്യത്തിട്ടൊന്നുമില്ല. മുന്നേ തുടങ്ങി വെച്ചത് പൂർത്തീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ല കാര്യമായിട്ട് എടുത്തു പറയാനുള്ളതൊന്നുമില്ല. ഇല്ല 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 കാര്യമായിട്ടൊന്നുമില്ല. റോഡുകൾ പൊതുവെ എല്ലാവരും വന്നാലും ഉണ്ടാവണം, അല്ലാതെ വേറെ എന്താ കാര്യമായിട്ടുള്ളത്? വേറെ വേണ്ട കാര്യങ്ങളൊന്നുമില്ല. പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾക്ക് വിദ്യാഭ്യാസമായാലും ആൾക്കാരൊക്കെ പുറത്തേക്ക് പോവല്ലേ, ഇവിടെ പഠിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയായിട്ട് നമുക്ക് കൂടുതലായിട്ട് തന്നെ പഠിച്ചാൽ, എന്നാലും പൊതുവെ നോക്കുകയാണെങ്കിൽ 10 കൊല്ലം കൊണ്ട് ആൾക്കാർ നല്ല പൊരുതി മുട്ടി. എല്ലാ വിലക്കയറ്റം എത്ര കൂടി, ഒന്നും കൂടില്ല പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും വില കൂടി. അവരെ പത്രത്തിനടക്കം വില കൂട്ടിയില്ല. വിലക്കയറ്റം ഉണ്ടാവില്ല പറഞ്ഞ് കൊടുത്ത പോലെ പത്രമുണ്ട്, ദേശാഭിമാനി, അതിനടക്കം വില കൂട്ടിയില്ല പോലെ. പിന്നെ ഇപ്പം അതിനിപ്പോൾ ഭേദപ്പോൾ എന്താ പറയാനുള്ളത്? മാറ്റം ഉണ്ടാവും. UDF വരും. 4-ാം തീയതി അറിയാം. ഒരു 75-76 സീറ്റ് LDF നേടും. UDF പറയാം 75-76 സീറ്റ് LDF ഉണ്ടാവും. ഒരു 8 സീറ്റ് BJP ഉണ്ടാവും. മറ്റൊരു കാര്യം നമുക്ക് പറയാൻ വയ്യ. അതിൻ്റെ ബാക്കി UDF ഉണ്ടാവും. ഐക്യ ജനാധിപത്യ മുന്നണി BD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരും. കേരള UDF ഭരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്ന പിണറായി സർക്കാരിൻ്റെ ഭരണം കൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കാരണം ദൂരത്താണല്ലോ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്.
കാരണം ഇപ്പോൾ നമ്മൾ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ പിന്നെ 1.5 ലക്ഷം കോടി ആണ് കടം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 5 ലക്ഷം കോടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ മാറണം എന്ന് സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇടതുപക്ഷക്കാർ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി സർക്കാർ മാറും. കേരളം ആര് ഭരിക്കുമെന്നാണ് ആഗ്രഹിക്കുന്നത്? കേരളം UDF ഭരിക്കും. അതിനെന്താ സംശയം? LDF പോരാന്നുള്ളതല്ലേ, 10 കൊല്ലമായില്ലേ, ഒരു മാറ്റം വേണ്ടേ? എന്തായാലും ഉണ്ടാവും. UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. NDA കേരളത്തിൽ ഉണ്ടാവൂല. ഇല്ല, ഒരു സീറ്റ് ഉണ്ടാവില്ല. കേരളത്തിൽ ഒരു സീറ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഉണ്ടാവുമോ? സോറി, ഇല്ല. പിന്നെന്താ, കേരളത്തിൽ എല്ലാവരും പറയും ഉണ്ടാവില്ല. മുന്നണികൾ ആര് തന്നെയായാലും ജയിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളായിരിക്കട്ടെ. ഈ ജനവിധി വരും 5 വർഷത്തെ കേരളത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നതിൽ സംശയമില്ല. മാറ്റത്തിനാണോ അതോ തുടക്കത്തിനാണോ പ്രബുദ്ധ കേരളം വോട്ട് ചെയ്തത്? കാത്തിരിക്കാം ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാം.